നമസ്കാരം. ഇന്ന് നോക്കാൻ പോകുന്നത് BGP എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളതാണ്. BGP എന്ന് പറയുന്നത് ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോക്കോളാണ്. അത് വാനുകൾ തമ്മിൽ കോൺഫിഗർ ചെയ്യാനായിട്ട് BGP യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കോമൺലി ചെയ്യുന്നത് പോലെ റൗട്ടറും അതുപോലെ തന്നെ സ്വിച്ചസും അതുപോലെ തന്നെ PCയും അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുക. ഞാനിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ജസ്റ്റ് റൗട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ക്ലോക്ക്ഡ് സീരിയൽ കേബിൾ യൂസ് ചെയ്യാം. പോർട്ടെല്ലാം പ്രോപ്പറായിട്ട് റൗട്ടറിൽ ആഡ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ കണക്കിന് സീരിയൽ കേബിൾ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കോൺഫിഗർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ PCക്ക് IP കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PCക്ക് നെറ്റ്വർക്ക് 192.168.1.0യും ഇപ്പുറത്തെ നെറ്റ്വർക്ക് 2.0യ്ക്കുമാണ്. അങ്ങനെയാണ് കൊടുക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഓരോ റൗട്ടറിന് IP കൊടുക്കുന്നത്. ഫസ്റ്റ് റൗട്ടറിന് 50 സീരീസും സെക്കൻഡ് റൗട്ടറിന് 100 സീരീസും തേർഡ് റൗട്ടർ 150 സീരീസും ആണ് കൊടുക്കുന്നത്. നോർമലി നമ്മൾ റൗട്ടർ എങ്ങനെയാണ് IP കോൺഫിഗർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. EIGRPയിലും OSPFലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് IP കോൺഫിഗർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൊടുത്തു പോവുകയാണ്. ജസ്റ്റ് കോൺഫിഗറേഷൻ BGPയുടെ കോൺഫിഗറേഷൻ പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം.
Find the real me. So let's go, seize the feeling. 'Cause you know it's time for the meaning. Now we show we're coming to win it. It's me, it's me, it's me, it's real me. 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 Find the real me. So let's go, seize the feeling. 'Cause you know it's time for the meaning. Now we show we're coming to win it. It's me, it's me, it's me, it's real me. 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 Find the real me. So let's go, seize the feeling. 'Cause you know it's time for the meaning. Now we show we're coming to win it. It's me, it's me, it's me, it's real me. 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 Find the real me. So let's go, seize the feeling. 'Cause you know it's time for the meaning. Now we show we're coming to win it. It's me, it's me, it's me, it's real me. 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 It's me, it's me, it's real me.
BGP പ്രോട്ടോക്കോളിൽ ആഡ് ചെയ്യേണ്ട മെയിൻ ലൈനാണ് നെയ്ബറിംഗ് ലൈൻ. നെയ്ബർ എന്ന് ടൈപ്പ് ചെയ്യുക. തൊട്ടടുത്ത റൗട്ടറിൻ്റെ സീരിയൽ IP എൻ്റർ ചെയ്യുക. തുടർന്ന് റിമോട്ട് ആസ് ടൈപ്പ് ചെയ്തതിന് ശേഷം BGP ID എത്രയാണോ കൊടുത്തത് അത് ഇവിടെ കൊടുക്കുക. ഈ ഒരു മെയിൻ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൊടുത്തില്ല എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനാണത്. പ്രധാനപ്പെട്ട കമൻ്റ് ആണെന്ന് വേണം പറയാം. ശരിക്കും BGP എഴുതുമ്പോൾ ഏതാണ്ട് റിപ്പിന് സെയിം ആയിരിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ റിപ്പിന് സെയിം ആയിരിക്കും. ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ റൗട്ടർ റിപ്പ് എന്ന് മാത്രം നമ്മൾ റിപ്പിൽ എഴുതത്തുള്ളൂ. ഇതിൽ റൗട്ടർ BGP ആ റൗട്ടറിന് ഒരു ID കൊടുത്തിരിക്കണം. ഏത് റൗട്ടറാണോ കോൺഫിഗർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റൗട്ടറിന് ഒരു റൗട്ടർ ID കൊടുത്തിരിക്കണം. ഓക്കെ. ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1-2 വട്ടം ഫെയിൽഡ് ആയിട്ടുണ്ട്. ഇൻ കേസ് ഫെയിൽഡ് ആയിക്കഴിഞ്ഞാൽ PC ടു റൗട്ടർ നിയറസ്റ്റ് റൗട്ടർ തമ്മിൽ പാക്കറ്റ് സെൻഡ് ചെയ്ത് നോക്കാം. ഇത് ഏതുവരെ ഫെയിലിൽ കാണിക്കുന്നുണ്ടെന്ന് നോക്കുക. ഏത് റൗട്ടറിലാണ് ഫെയിൽ കാണിക്കുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ 2 നെറ്റ്വർക്കും ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും അങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു 2 റൗട്ടറിൻ്റെ ഇടയിലായിരിക്കും ഈ പറഞ്ഞ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ആ റൗട്ടർ മാത്രം കൊടുത്ത റൂട്ടിങ് കറക്റ്റാണോ, കൊടുത്ത IP കറക്റ്റാണോ ചെക്ക് ചെയ്യുക. ഇതാണ് BGP കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.